അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാതെ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച അങ്ങേ സഹായം. നിങ്ങളോട് പയ്യപ്പള്ളിയൊക്കെ നാട്ടിൽ കണക്കിലൊക്കെ പല ദേരഗുരുക്കളോടും പ്രസംഗിച്ചിട്ടും നിങ്ങൾ പലരും കർത്താവ് ഉണ്ടോ എന്ന് സംശയിക്കുന്ന ആൾക്കാർക്ക് പലരും പെട്ടു. എന്നാൽ കർത്താവ് പറയാണ്, ജയിലിൽ കിടക്കുന്നവരെ സന്ദർശിക്കും. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ ജയിൽ സന്ദർശിക്കാൻ? 90 സാറ ഇനി പ്രസവിക്കുമോ? അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കും. 21 മുതൽ അധ്യായം 6-4 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ നമുക്ക് സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1:5 മുതലുള്ള തിരുവചനങ്ങൾ. അതുപോലെ എല്ലാ പ്രദേശത്തിനെയും സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും ക്ലാസ്സിലെക്കാവുന്നവർ തുടങ്ങി എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നത്. നമ്മുടെ കൺവീനർ ഓഫീസേഡിനെയും വിവിധങ്ങളായ ഓരോ കാര്യങ്ങളെ നടത്തുന്നവരും നാനാകാല മതസ്ഥനായ ധ്യാനത്തിന് കൺവെൻഷനിലും എല്ലാം പങ്കെടുക്കാവുന്ന മക്കളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ജനറാളമ്മ, മുൻ ജനറാളമ്മ, കൗൺസിലേഴ്സ്, ഇപ്പോഴുള്ളവരും സിസ്റ്റേഴ്സ്, ആശുപത്രി, സ്കൂള്, വിവിധ സ്ഥാപനങ്ങള്, ഓരോ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും സന്തോഷത്തോടെയും നന്ദിയോടെയും ഓർക്കുകയാണ്. നമ്മുടെ മുൻകൈക്കാരന്മാര്, ഞാൻ വന്നപ്പോഴുള്ളവരെ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം ഇപ്പോഴുള്ള നമ്മുടെ കൈക്കാരൻ ശ്രീ ജോർജനയുടെ വീട്, ശ്രീ സേവർ ബൂത്തില്, നമ്മുടെ കുടുംബ കൗൺസിൽ അംഗങ്ങള്, സെക്രട്ടറി ശ്രീ സുഭാഷിന്റെ വീട്, അതുപോലെ വിവിധങ്ങളായ ഓരോ കമ്മിറ്റി അംഗങ്ങളെ, പ്രത്യേകിച്ച് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങള്, ഇടവകയുടെ വിവിധങ്ങളായ കാര്യങ്ങൾ ചെയ്തവരെല്ലാമാണ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് നല്ല 10,000 സ്ക്വയർ ഫീറ്റിൽ നാടുള്ള AC പോലെ പണിയുക. അതിൻ്റെ കല്ലിലെല്ലാം കഴിഞ്ഞ് നന്നായി പോയിക്കോളും. അവരുടെ കോൺട്രാക്ടേഴ്സ് എല്ലാ കാര്യങ്ങൾ ചെയ്തോളും. ആ കോൺട്രാക്ടിങ് എല്ലാം കഴിഞ്ഞ് നടന്ന ശ്രീ അവസാനം ബിൽഡേഴ്സിൻ്റെ പ്രൊപ്പറേറ്റർ ഇത്തിക്കുടിയിൽ റോമിസിനെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ ജോജി മാണിയയ്ക്കൽ, മുൻ വൈസ് ചെയർമാൻമാരെ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങള്, വിവിധ കുടുംബ യൂണിറ്റ് ഭാരവാഹികള്, വിവിധങ്ങളായ ഓരോ കാര്യങ്ങൾ ചെയ്ത എല്ലാ മക്കളെയും നന്ദിയോടെയും കൃതജ്ഞതയും ഓർക്കുകയാണ്. അവർ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ സംഭവം മൂലമാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ അതിനൊരു വിഷമം വിചാരിക്കരുത്. അതുപോലെ നമ്മുടെ മതബോധന ഏറ്റവും ഭംഗിയായി നടത്തുന്ന ഹെഡ് മാസ്റ്റർ, സാറ്, ഇവിടുത്തെ ഹെഡ് മാസ്റ്റേഴ്സ്, ലിജോ, എല്ലാ ടീച്ചേഴ്സും, അതുപോലെ വിവിധ സംഘടനാ ഭാരവാഹികൾ, പ്രാർത്ഥനാ ഗ്രൂപ്പ്, ഇവിടെ ഭംഗിയായി നന്നായി ഓരോ സംഘടനകളെയും ഭംഗിയാണ്. ഇത് നമ്മുടെ കൺസെഷൻ വന്നാൽ നല്ല പഠനമായിരിക്കും. എല്ലാം ഭംഗിയായി നന്നായി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും.
അതോടൊപ്പം എപ്പോഴും സാധാരണ കൂടി അച്ഛന്മാരുടെ കലകരിയാണ് നമ്മുടെ കലകാരുന്നത്. ജോസേട്ടൻ സംഘാടകരെ സഹായിക്കുന്ന ജോസഫ് മാത്യു, അതോടെ പാട്ടുകാരൻ ബിലോയെ എപ്പോഴും എന്നെ കൂടെ സാധാരണഗതിയുണ്ടാകും. ബിലോയുടെ കൂടെയുള്ള എല്ലാ ആളുകളെയും നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് സ്ഥലം വാങ്ങാനായിട്ട് നമ്മളെ സഹായിച്ചത് നമ്മുടെ 7 സെന്റ് സ്ഥലം പോയപ്പോഴും 10 സെന്റ് സ്ഥലം നമുക്ക് വാങ്ങിക്കാൻ സാധിച്ചു. അതോടൊപ്പം നമ്മുടെ കോംപ്ലക്സിന്റെ പണികളെല്ലാം പൂർത്തിയാക്കാൻ സഹായിച്ചത് തുടങ്ങി സെമിത്തേരിയുടെയും എല്ലാ കസ്റ്റമറുകളും നൽകാൻ സാധിച്ചത് നമ്മുടെ കപ്പേള നമുക്ക് തള്ളി മാറ്റി വെച്ച് പുതിയ ആധുനിക രീതിയിൽ പണിയുവാൻ എല്ലാ സാഹചര്യങ്ങൾ നമുക്ക് തന്നതിന് കൺവീനറായ സേവിയറെ, അതോടൊപ്പം നമ്മുടെ കാനേഷ് കോളേജിന്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയായതായി വളരെ കൺവീനറായ സേവിയറിന്റെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇനി ഓരോരുത്തരുമാണ് എനിക്ക് ഈ ഇടവച്ചിരിക്കുന്ന എൻ്റെ കുടുംബം പോലെയായിരുന്നു. ഓരോരുത്തരും എൻ്റെ കുടുംബാവനെ പോലെ എൻ്റെ മാതാപിതാക്കൾ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി ഇടവകാംഗങ്ങൾക്ക് അച്ഛന് ആശംസകൾ നേരുന്നതിന് മുന്നൊരുക്കം നടത്താൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അച്ഛനോട് ആദ്യം തന്നെ ക്ഷമ ചോദിച്ചു കൊള്ളട്ടെ. എന്നിരുന്നാലും ഇടവക ജനങ്ങളുടെ പേരിൽ അച്ഛനോട് പറയട്ടെ, അച്ഛ വർഷങ്ങൾ കടന്നുപോയാലും അച്ഛൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സ്വാഭാവികമായിട്ട് നമുക്ക് ഇടവകയുടെ സ്മൂത്തായി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനെ ആർക്കെങ്കിലും വിഷമം തന്നിട്ടുണ്ടെങ്കിൽ തിരുവാദികളും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. ഞാൻ ചിന്തിക്കുമ്പോൾ ഓരോ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ എന്നെ ചെറുതും വലുതുമായി സഹായിച്ചിട്ട് പാടുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്കിവിടെ നടത്തുന്നു. ഞാൻ നിരന്തരം പ്രാർത്ഥിക്കും. എന്നോട് കച്ചേരിയിൽ ഞാൻ ഇന്നലെ കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ കച്ചേരിയിൽ അറിയിച്ചത് അച്ഛനിവിടെ അച്ഛൻ 2 മാസത്തേക്ക് ഉണ്ടാവുകയാണ് ഇനി വരുന്നത്. അപ്പോൾ അച്ഛനായിരിക്കും വികാരി. അതെത്ര പ്രാക്ടിക്കൽ അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ എൻ്റെ വികാരി സ്ഥാനം ഇവിടെ മാറ്റിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. അവിടെ ഞാൻ ചെല്ലണം, എടുക്കണം. അവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏകദേശം 28 പള്ളികളും കുരിശുപള്ളികളിൽ കൂടി ഉള്ളതാണ്. ഈ വചനപ്രഘോഷണ പരമ്പര പ്രതിസന്ധികൾ ഏറെയാണെങ്കിലും മുന്നോട്ട് പോകുന്നു. ഇതിനെ ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കാരുണ്യത്തിന് മുമ്പ് ഞങ്ങൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യും. 32 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഈ വചന ദീപം ഒരിക്കലും അണയരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ച് ഉചിതമായ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നവംബർ 27 തുടങ്ങി ഡിസംബർ 1 ഇന്ന് അവസാനിക്കുന്ന ഈ ദിവ്യകാരുണ്യ ആത്മാഭിഷേക കൺവെൻഷൻ സാധ്യമാക്കിയ സർവശക്തനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കട്ടെ. സഭയിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും സമർപ്പിക്കുന്നു എന്ന് പരിശുദ്ധ കുർബാനയിൽ ഒരുപാട് തവണ നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. നമ്മെ വിളിച്ച് ഒരുമിച്ച് സഭയായി രൂപപ്പെടുത്തി തീർത്ഥാടകയായ സഭയുടെ വഴിയാത്രയിൽ പൊതിച്ചോറായി പരിശുദ്ധ കുർബാന നൽകി നമ്മളെ നയിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും ബുദ്ധിയും യുക്തിയും ഓർമ്മകളും ചിന്തകളും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.